പഞ്ചായത്ത് സീസൺ 4 അങ്ങനെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ ഈ പഞ്ചായത്തിന്റെ ഒരു 10 സീസൺ ഇറങ്ങിയാലും ഞാൻ ഉറപ്പായിട്ട് ഇരുന്ന് കാണും. ബിക്കോസ് ദിസ് ഷോ ഈസ് സോ ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയാം. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആണ്. സോ ബാക്കിയുള്ള എല്ലാ ക്രിമിനൽ ജസ്റ്റിസിലോ അല്ലെങ്കിൽ നമ്മൾ പാതാൾ ലോഗ് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി മാൻ നോക്കുകയാണെങ്കിലും പുതിയൊരു കേസ്, പുതിയൊരു സ്ഥലം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ സെയിം ആൾക്കാർ, സെയിം സ്ഥലം, സെയിം പ്രശ്നങ്ങൾ തന്നെയാണ് കാണിച്ചിട്ട് പോകുന്നത്. പക്ഷെ കമ്പയറിംഗ് ടു പ്രീവിയസ് സീസൺസ് ഇതൊരു ആവറേജ് എക്സ്പീരിയൻസ് തന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റിൽ ബോറടി ഇല്ലാതെ കണ്ടു തീർക്കുക. 8 എപ്പിസോഡിന്റെ സീരീസ് ആണ്. ഒരു എപ്പിസോഡ് ചില അരമണിക്കൂറുണ്ട്, ചിലത് 3/4 മണിക്കൂറൊക്കെ ഉണ്ട്. സോ യൂഷ്വലി പഞ്ചായത്ത് സീസൺസിന് വന്നിട്ട് ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവും. അതായത് ആദ്യം കുറച്ച് ഫീൽ ഗുഡ് എലമെന്റ്സ്, പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ടുവേർഡ്സ് എൻഡ് ഇമോഷണൽ ആക്കിയിട്ട് അവസാനിപ്പിക്കും. പക്ഷെ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങളായിട്ടാണ് തുടങ്ങുന്നത്. ഫീൽ ഗുഡ് എലമെന്റ്സ് വളരെ കമ്മിയായിരുന്നു ഇതിൽ. പക്ഷെ എനിക്ക് സീസൺ 5 ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. എനിക്കത് എത്രയും പെട്ടെന്ന് കാണണം തന്നെയുള്ളൂ. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഈ കാണിച്ച സാധനം തന്നെ, കാണിച്ച പ്രശ്നങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വരികയാണെങ്കിലും നല്ല രസമാണ് കണ്ടിരിക്കാൻ. ഈ സീസണിന്റെ വേറെ പോസിറ്റീവ് എന്താ വെച്ചാൽ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ അവർ നോക്കിയിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ബിനോദ് പറഞ്ഞിട്ട്. നമുക്ക് കാണാൻ ഒപ്പോസിഷനിലുള്ള ഒരു മെമ്പറാണ്. ആളെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല. വായിൽ മറ്റേ ഹാൻഡ്സ് വെച്ച് തിരികണത് മാത്രമേ പല സീസണിലും കാണിച്ചിട്ടുള്ളൂ. ഇതിൽ ആൾക്ക് ചെറിയൊരു റോൾ ആണെങ്കിൽ പോലും കിടിലനായിരുന്നു. ആൻഡ് ആളാണ് ഈ ഷോ സ്റ്റീലർ അല്ലെങ്കിൽ ഈ ഷോയുടെ ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. 1-2 ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. ഭയങ്കര ഫീൽ വരും നമുക്ക്. ഇവിടെ കൊള്ളുന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഡയലോഗ്സ് ആണ്. അതേപോലെ തന്നെ ഒപ്പോസിഷൻ ലീഡേഴ്സിനെ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രധാൻജിയുടെ ഭാര്യയുടെ അച്ഛൻ, അതായത് പ്രധാൻജിയുടെ ഫാദർ ഇൻ ലോ വരുന്നുണ്ട്. അയാൾ അടിപൊളിയായിരുന്നു. പിന്നെ യൂഷ്വലി നമ്മുടെ സച്ചീവ് ജിന്ന് ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ് ഈ സീരീസും കാര്യങ്ങളൊക്കെ പോകുന്നത്. സച്ചീവ് ജിയും മറ്റേ റിങ്കിയും തമ്മിലുള്ള സീൻസ് ഒക്കെ വളരെ കുറവാണ്. എന്നാൽ അത്യാവശ്യമുള്ള സീൻസ് ഒക്കെ രസമുണ്ട്. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് അറ്റ് ദ എൻഡ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആണ്. ആൻഡ് ഇനിയുള്ള വരാൻ പോകുന്ന സീസൺ അടിപൊളിയായിരിക്കും തോന്നുന്നു ഈ ഒരു ട്വിസ്റ്റ് കാരണം. സോ എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഒരു ആവറേജ് എക്സ്പീരിയൻസ് തന്ന സീരീസ് ആണ്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ഇവന് ഹിന്ദി ലാംഗ്വേജ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇതുവരെ പഞ്ചായത്തിന്റെ ഒരു സീസണും കാണാത്തവരാണ് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് 4ാമത്തെ സീസൺ കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ വസ്തു മനസ്സിലാവാൻ പോകുന്നില്ല. ഈ സീസൺ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് സീസൺ 4 ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിന്റെ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കണം. അവർ തമ്മിലുള്ള ബോണ്ടിങ് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. സോ കുറെ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നതാണ് ഈ മറ്റേ സച്ചീവ് ജിനെ പറ്റിയിട്ട്. ആളൊരു ഗവൺമെന്റ് സർവന്റ് ആണ്. സ്റ്റിൽ എന്തിനാണ് ആൾ ഈ പൊളിറ്റിക്കൽ സൈഡ് പിടിക്കുന്നത്? അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ. ശരിയാണ്, ഗവൺമെന്റ് സർവന്റ് ആണെങ്കിൽ ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കാൻ പാടുള്ളൂ. പക്ഷെ അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇതിന്റെ ഇനീഷ്യൽ ഫേസിൽ, അതായത് ഈ സീരീസ് തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു 10-15 മിനിറ്റിൽ തന്നെ ആള് തരുന്നുണ്ട്. അതായത് ആൾക്കാരുടെ കരിയറെക്കാളും വലുതാണ് ഇവിടുത്തെ ആൾക്കാരും അവർ തമ്മിലുള്ള ബോണ്ടിങ്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആളൊരു സ്റ്റാൻഡ് പിടിക്കുന്നതാണ് ബേസിക്കലി എനിക്ക് മനസ്സിലായത്. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. സ്റ്റിൽ എനിക്ക് അത്യാവശ്യം വർക്ക് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. ഇതിന് ഞാൻ പറഞ്ഞില്ല 10 സീരീസോ 10 സീസണോ 20 സീസണോ ആണെങ്കിൽ ഞാൻ ഇരുന്ന് കാണും. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം അജയ് ദേവ്ഗന്റെ റെയ്ഡ് 2 അങ്ങനെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഇതിന്റെ പാർട്ട് 1ന്റെ ഭയങ്കര ഒരു ഫാൻ ആയിരുന്നു ഞാൻ. അടിപൊളി പടമായിരുന്നു. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടും ത്രൂ ഔട്ട് ദ പടം ത്രിൽ അടിപ്പിച്ചിട്ട് എടുത്തൊരു സിനിമയായിരുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അജയ് ദേവ്ഗന്റെ ലാസ്റ്റ് 5 പടം എടുത്തു നോക്കുക. അതിൽ അങ്ങേര് എന്താണോ അഭിനയിച്ച് അതന്നെ ഇതിലും അഭിനയിച്ചിട്ടുള്ളൂ. പുതുതായിട്ട് വലിയ പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടൊന്നുമില്ല. അങ്ങേരുടെ മുഖത്തൊക്കെ ഒരു ചിരി വരുന്നത് മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെയാണ് പറയാ. എപ്പോഴോ 1-2 ഒക്കെ വരുന്നുണ്ട്. അങ്ങേര് എല്ലാ പടങ്ങളും ഇപ്പൊ കുറച്ചായി എടുത്തു നോക്കിയാൽ മതി. ഒക്കെ സീക്വൽസ് ആണ്. ഇപ്പൊ സിംഗത്തിന്റെ തന്നെ 3ാമത്തെ 4ാമത്തെ ഒരു പാട്ട്, പിന്നെ സൺ ഓഫ് സർദാർ 2 പറഞ്ഞിട്ട് ഒരെണ്ണം വരുന്നുണ്ട്. എല്ലാത്തിലും സെയിം സ്റ്റോറി, സെയിം ഹീറോ, ഒരു ഡിഫറെന്റ് വില്ലൻ, ഒരു ഹൈ സ്കെയിൽ പടം വിത്ത് സം ഐറ്റം ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലാണ് വെച്ചാൽ 2 ഐറ്റം ഡാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു ഇൻകം ടാക്സ് ഓഫീസർ റെയ്ഡ് ചെയ്യാൻ പോണ ഒരു പടത്തിൽ എന്തിനാണ് 2 ഐറ്റം ഡാൻസ് എന്നാണ്. ഒന്ന് തമനയുടെ വക, ഒന്ന് ജാക്വലിന്റെ വക. സോ ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ഓരോന്ന് കണ്ടുപിടിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഈ സെക്കൻഡ് പാർട്ടിൽ. ഫസ്റ്റ് പാർട്ടിൽ ഇങ്ങേരുടെ ഭാര്യ ഇലിയാനയായിരുന്നു. ഇതിൽ വന്നിട്ട് വാണി കപൂർ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ആദ്യത്തെ പാർട്ടിലെ ഭാര്യ തട്ടിപ്പോയിട്ട് ഇങ്ങേര് വേറെ പെണ്ണ് കെട്ടിയതാണോ വിചാരിച്ചു. നോക്കുമ്പോ അതൊന്നും അല്ല. അതിന്റെ പേരും മാലിനി, ഇതിന്റെ പേരും മാലിനി. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ മാലിനി പറഞ്ഞ പേരുള്ള ആളെ വീണ്ടും കിട്ടിയതാണോ എന്ന്. ഇപ്പൊ സാമി സിനിമയിലെ സീക്വൽ ആയിട്ട് സാമി സ്ക്വയർ ഇറക്കിയപ്പോ തൃശയുടെ പകരം ഐശ്വര്യ രാജേഷിന്റെ ഫേസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നില്ല ഇതില്. അതേപോലെ തന്നെ ഇതിൽ വാണി കപൂർ ആണ് ആളുടെ ഭാര്യയായിട്ട്. ഇങ്ങനെ ഒരുവിധം എല്ലാ പടത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഫസ്റ്റ് പാർട്ടിൽ ഒരു ഭാര്യ, സെക്കൻഡ് പാർട്ടിൽ വേറൊരു ഭാര്യ. പക്ഷെ രണ്ടുപേരെ പേരും ഒന്നായിരിക്കും. ഇങ്ങനെ ഇതിൽ ഭാര്യയൊക്കെ വിട്ടിട്ട് മറ്റൊരു ഇമോഷണൽ സെന്റിമെന്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ആൾക്കാരെ വിറ്റ്നസ് ആക്കിയിട്ടൊക്കെ മാറ്റുന്നുണ്ട്. അതും എന്തിനാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഫസ്റ്റ് പാർട്ടില് ഭയങ്കര ക്രിസ്പായിട്ടായിരുന്നു പടം പോയിട്ടുണ്ടായിരുന്നു. ഇത് അനാവശ്യമായിട്ട് 1-2 പാട്ട് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിലേറെ ഒരു വൃത്തികെട്ട രീതിയിലാണ് പ്ലേസ്മെന്റ് നടത്തിയിരിക്കുന്നത്.
ഇങ്ങേർക്ക് ഈ പാട്ട് വരുമ്പോൾ മാത്രമേ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. അങ്ങനെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. വാണി കപൂർ ജസ്റ്റ് 2 പാട്ടിൽ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇതിൽ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയ് ദേശ്മുഖ് ആണ്. അങ്ങേര് കിടിലനായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. ആദ്യമൊക്കെ അങ്ങനെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഈസ്, നിങ്ങൾക്ക് റെയിൽവേയിൽ ജോലി വേണമെങ്കിൽ അങ്ങേരപ്പം പോയി കടന്നാൽ മതി. ഇത്ര ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പരീക്ഷ എഴുതണ്ട, ഇന്റർവ്യൂവിന് വേണ്ട, ഒന്നും വേണ്ട. 100 പേര് അങ്ങനെ ആൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ജോലി വേണമെങ്കിൽ അങ്ങേരപ്പം പോയി കടന്നാൽ മതി. ഇതിൽ ആള് തുടക്കത്തിലൊക്കെ ഭയങ്കര ഒരു വില്ലനീസും കാര്യമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ യൂഷ്വൽ ഇങ്ങേരെ കാണുമ്പോൾ പേടി, അതേപോലത്തെ ഇങ്ങേരെ പേടിച്ച് വിറക്കല് കാര്യങ്ങളൊക്കെയാണ് ഇതിലും കാണുന്നത്. ആൻഡ് ഇതിൽ അജയ് ദേവ്ഗൺ 1-2 ഡയലോഗ്സ് ഭയങ്കര കോമഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പാണ്ഡവരല്ലടാ, ഞാൻ തന്നെയാണ് മഹാഭാരതം എന്നൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുമ്പോൾ ഇതിലൊന്നുമില്ല, ജസ്റ്റ് ഒരു വാച്ചബിൾ ഫ്ലിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സോ യൂഷ്വലി ഇങ്ങേര് കണ്ടുപിടിക്കുകയായിരിക്കും ഓരോ കാര്യങ്ങൾ. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങേർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ മറ്റേ യൂണിവേഴ്സ് അങ്ങേരെ സഹായിക്കുന്ന പോലെയാണ്. എവിടെന്നെങ്കിലും ആൾക്കാർ തെളിവ് കൊണ്ടേ കൊടുക്കും. അതേപോലെ തന്നെ ഭാര്യ ഇമോഷണൽ കണക്ഷൻ വെച്ചിട്ട് ഭാര്യ ഓരോരുത്തരെ പോയിട്ട് സിമ്പത്തൈസ് ചെയ്യിപ്പിച്ചിട്ട് വിറ്റ്നസ് ആക്കി മാറ്റും. പിന്നെ ഫസ്റ്റ് പാർട്ടിലും എന്തെങ്കിലും മറ്റേ സ്വർണ്ണ മഴ പെയ്യുക അല്ലെങ്കിൽ നോട്ട് മഴ പെയ്യുന്നതുണ്ട്. ഇതിലും നോട്ട് മഴ പെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വേണ്ടവർ കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഹിന്ദി മാത്രമല്ല ബ്രസീലിയനും പിന്നെ അറേബ്യൻ ഭാഷയിലും അവൈലബിൾ ആണ്. ഏതാണ് ഇഷ്ടം വെച്ച് സെലക്ട് ചെയ്ത് കണ്ടു നോക്കുക. ഒരു 2 മണിക്കൂർ 17 മിനിറ്റ് ഒക്കെ ഉള്ളൂ. എന്തിന് ഇങ്ങനത്തെ ഒരു പടം ഞാൻ വിചാരിച്ചു ക്വാളിറ്റി സിനിമ ആയിരിക്കും. കാരണം ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കുറെ സിഗരറ്റ് ഇരുന്ന് വലിക്കുന്നതെന്നല്ലാതെ വേറെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞാൽ അതിന്റെ അടുത്ത് മോശമാണെന്നല്ല, എനിക്ക് പേഴ്സണലി വർക്കായില്ല. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. സോ പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട്.